പക്ഷേ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇല്ലേ, ഇപ്പോൾ ഒരു കേസിൽ ഇന്ത്യയെയും പറയുന്നുണ്ട്, ഷെയ്ഖ് ഹസീനയും കുറ്റക്കാരിയാണ് എന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെയും അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കേസിലാണെങ്കിലും അവർ പറയുന്ന ഒരു വിദേശ ശക്തിയുണ്ട്. ആ വിദേശ ശക്തി ഉറപ്പായിട്ടും ഇന്ത്യയാണ്. ഷെയ്ഖ് ഹസീനയോട് ചേർന്ന് നിന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ രണ്ട് കേസുകളിലും ഇന്ത്യയെയും ഷെയ്ഖ് ഹസീനയെയും കുരുക്കിയിടാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇത് നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും യൂനസിന്റെ മാത്രം തലയിൽ ഉദിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതൊരു ലോ പോയിന്റ് ആണ്, അത് മനസ്സിലായിട്ടില്ലേ? അതിന്റെ പിന്നിൽ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാഗ് കോടതിയിലേക്ക് ഇവർ പോകും. ആര്? ഷെയ്ഖ് ഹസീന പോകും. ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞാൽ അവർക്കിപ്പോൾ സംരക്ഷണം കൊടുക്കുന്ന രാജ്യം എന്ന നിലയിൽ വിറ്റ്നസ് ആയിട്ട് ഇന്ത്യയെ വിളിക്കും. ഇന്ത്യൻ പ്രതിനിധിയോട് അവിടെ ചെന്ന് ചോദിക്കുക, എന്താ ഞങ്ങളുടെ ധർമ്മമനുസരിച്ച്, ഇന്ത്യയുടെ ധർമ്മമനുസരിച്ച് ഒരു സഹോദര രാജ്യത്തെ ഞങ്ങളുടെ സഹോദരിയായ ഒരു ഭരണത്തലവനെ ഞങ്ങളിങ്ങനെ കുരുതി കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിനെ അവർക്ക് അതിനെ ടാർണിഷ് ചെയ്യണം. അതല്ല, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനകത്തിരുന്നു കൊണ്ട് ചെയ്ത മനുഷ്യാവകാശ ധ്വംസനം ഉൾപ്പെടെയുള്ള അവിടെ കലാപം ഉണ്ടാക്കി നിരപരാധികളായ ബംഗ്ലാദേശികളെ കൊന്നതുൾപ്പെടെയുള്ള കേസുകളിൽ കൂട്ടുപ്രതിയാണ് ഇന്ത്യ. അന്ന് ഈ കൊലപാതകമൊക്കെ നടത്താൻ ഷെയ്ഖ് ഹസീനക്ക് സഹായം ചെയ്തു കൊടുത്ത കാലത്ത് തന്നെ ഇന്ത്യ പ്രതിയാണ്. അപ്പോൾ യുദ്ധക്കുറ്റത്തിലേക്ക് ഇന്ത്യയെ കൂടി കൊണ്ടുവരും. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ തന്ത്രം. അതൊക്കെ മുഹമ്മദ് യൂനുസിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബുദ്ധിയല്ലേ? സംഗതി അത്രയേ ഉള്ളൂ. ഇന്ത്യയെ കൂടി പ്രതിയാക്കിയാലേ, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നത് ഒരു നിഷ്പക്ഷന്റെ മനസ്സോടുകൂടി കോടതി കേൾക്കും. അല്ലെങ്കിലോ ഷെയ്ഖ് ഹസീനയുടെ കൂട്ടുപ്രതിയാണെങ്കിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയെ കൂടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളൊരു തന്ത്രം മാത്രമാണത്. അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അതൊക്കെ ഇന്ത്യക്ക് മനസ്സിലാവും, ലോകത്തിനും മനസ്സിലാവും. അത് നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.